ഹായ് ഹലോ ഫ്രണ്ട്സ്, ഏതിൻ്റെ ഏതും തട്ടത്തിലെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ കമൻറ്റ് ഒന്നും മറക്കല്ലേ. ഇന്ന് നമ്മൾ വീണ്ടും ഓണം സീരീസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സദ്യയിൽ ഒഴിച്ചു കൂട്ടാനാവാത്ത ഘടകമായ ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റിൽ ഈസി ആയിട്ട് എങ്ങനെ ഇഞ്ചിക്കറി തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം, എന്നാലേ ചെയ്യാൻ പറ്റൂ. ആദ്യം തന്നെ നമ്മൾ ചുവട് കട്ടിയുള്ള ഏത് പാത്രവുമാവാം, ഉരുളി തന്നെ വേണമെന്നില്ല, ചുവട് കട്ടിയുള്ള ഏത് പാത്രമാവും, അതിലേക്ക് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ തന്നെ വേണം. വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഈ വട്ടത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക. അതായത് നല്ല എന്താ പറയുക, കനം കുറച്ച് വട്ടത്തിലരിയണം. ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് ചോപ്പ് ചെയ്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് മൂത്ത് വരാൻ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ അരിഞ്ഞിട്ടത്. ഈ അരിയുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ നമുക്ക്, പക്ഷേ എളുപ്പം മൂത്ത് കിട്ടാൻ ഇതാണ് നല്ലത്. നമ്മൾ അല്ലാണ്ട് ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ ആ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് മൂത്ത് വരാൻ കുറേ അധിക സമയം എടുക്കും. ഇവിടെ ഇഞ്ചി ഓൾമോസ്റ്റ് പരുവായി വന്നിട്ടുണ്ട്, ഫുള്ളായിട്ടില്ല. ഇപ്പം നേരിയ ഗോൾഡൻ കളറായി. നമുക്ക് നല്ല ബ്രൗൺ കളറാവണം. അപ്പോൾ അത്രയും മൂപ്പിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഇഞ്ചി കറിക്ക് കറക്റ്റ് കളർ കിട്ടുള്ളൂ. എന്ന് കരുതി കരിഞ്ഞു പോകാനും പാടില്ല കേട്ടോ. അപ്പം ഏകദേശം മൂത്ത് വന്നു കണ്ടോ, ഈ ഒരു കളറൊക്കെ ആകണം. ഇതിൽ കൂടാൻ പാടില്ല. ഈ ടൈമിൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മറ്റൊരു പാത്രത്തിലേക്ക് കോരി കോരി ഇടുക. ഗ്യാസ് ഓഫ് ചെയ്തില്ലെങ്കിൽ ഉരുളിക്ക് നല്ല ചൂടുള്ളത് കാരണം അതിൽ കിടന്ന് മൂത്ത് ലാസ്റ്റ് കോരുന്നത് കറുത്തു പോകും. അതേ എണ്ണയിലേക്ക് തന്നെ നമുക്കൊരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. പിന്നെ ഒരു കപ്പ് കൊച്ചുള്ളി, അതായത് ചുവന്നുള്ളി നൈസായിട്ട് സ്ലൈസ് ചെയ്തതാണേ. നൈസായിട്ട് സ്ലൈസ് ചെയ്യുമ്പോൾ എളുപ്പം മുഖത്ത് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്ലൈസ് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ പിന്നെ നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം. ഇഞ്ചിയോടൊപ്പം തന്നെ മൂപ്പിച്ചെടുക്കാം ഈ ഉള്ളി. എന്നിട്ട് ഇഞ്ചിയുടെ കൂടെ തന്നെ അരച്ച് ചേർക്കാം. ഇത് അങ്ങനെയല്ല. ഇത് ഉള്ളി ഞാൻ അരയ്ക്കുന്നില്ല. മൂപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, അതായത് ഒരു 4 അല്ലി വെളുത്തുള്ളി, കുഞ്ഞ് 4 അല്ലി വെളുത്തുള്ളിയും ഒരു 4 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. അതിന് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ലല്ലോ. ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റുക. വഴറ്റി നമ്മൾ ചെറു തീയിലോ വലിയ തീയിലോ എങ്ങനെ വേണമെങ്കിലും വഴറ്റാം. ഇതിനാവശ്യമായ ഒരു ചെറു നെല്ലിക്കയോളം പിഴുപുളി എടുത്ത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം നേരത്തെ തന്നെ. ഉള്ളി ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്, പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ടായില്ല. കുറച്ചുകൂടെ മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇട്ടത്, അല്ലെങ്കിൽ അവരവരുടെ എരിക്ക് അനുസരിച്ച് മതി. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുക. ഞാൻ ഇതെല്ലാം തീ ഓഫ് ചെയ്ത ശേഷമാണ് ചെയ്യുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്ത് ഇളക്കിയ ശേഷം നമ്മൾ പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബാക്കി പുളിവെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മൾ മറ്റ് വെള്ളങ്ങളൊന്നും ചേർക്കുന്നില്ല. അപ്പം പുളി ചേർത്ത വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ ഇളക്കി കൊടുത്തിട്ട് ചെറു തീയിലിരുന്ന് ഈ ഉള്ളി വെന്ത് പറ്റണം. ഈ ടൈമിൽ നമുക്ക് കായം ചേർത്ത് കൊടുക്കുക. ഒരു പിഞ്ച് കായം മാത്രമേ ചേർക്കാവൂ. അല്ലാണ്ടുള്ള അച്ചാറുകളിലൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഒരുപാട് കായം ചേർക്കാൻ പാടില്ല. അപ്പം നമ്മുടെ ഉള്ളിയും മസാലയും കൂടി ഏകദേശം ഈ ഒരു ടെക്സ്ചറിലാകുമ്പോഴേക്കും നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പേസ്റ്റ് രൂപത്തിലാണ് അരയ്ക്കേണ്ടത്. പക്ഷേ എൻ്റെ ജാറ് വലുതായത് കാരണമാണ് ഇങ്ങനെ എനിക്ക് അരച്ച് കിട്ടിയിട്ടുള്ളൂ. കുറച്ചുകൂടെ അരയ്ക്കാമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം തന്നെ കാണാൻ നല്ല സ്റ്റൈലല്ലേ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഫുള്ള്, ശകലവും കളയാനില്ല കേട്ടോ, ഫുള്ള് നമ്മളിതിലേക്ക് വടിച്ചൊഴിച്ച് കൊടുക്കണം. ഇഞ്ചി ചേർത്ത് ഇളക്കിയപ്പോഴേക്കും നമുക്ക് ഇത്തിരി വെള്ളത്തിൻ്റെ കുറവുണ്ട്. ഇഞ്ചി ചേർത്തിട്ട് നന്നായിട്ട് ഇരുന്ന് തിളച്ച് പറ്റണം. ആ ടൈമിലേക്ക് ഞാൻ എന്താ ചെയ്തതെന്നറിയോ, ഇഞ്ചി അരച്ച ജാറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ചേർത്ത് കൊടുത്തു. പച്ചവെള്ളം ചേർക്കാൻ പാടില്ല. അപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ബാലൻസ് ഉപ്പും ചേർത്തു. പിന്നെ ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോ ശർക്കര, 1 ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ, ശർക്കരയും കൂടെ ചേർത്ത് നന്നായിട്ട് തിളയ്ക്കാൻ വെച്ചു. തിളച്ച് കുറുകിയ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ഈ ടൈമിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വിനെഗർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിനെഗർ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുമ്പോഴേ അറിയാം നമുക്ക് ഏകദേശം കറി ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങി വെച്ച ശേഷം താളിച്ച് കൊടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരുപാട് വേണ്ട, നമ്മുടെ ഇഞ്ചിക്കറിയിൽ അത്യാവശ്യം വെളിച്ചെണ്ണയുണ്ട്. അതുകൊണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് വറ്റൽമുളകും കറിവേപ്പിലയും മാത്രമാണ് ഞാൻ താളിക്കാനായിട്ട്. കടുക് ഇട്ടിട്ടില്ല കേട്ടോ. ഫസ്റ്റിലെ കടുക് ഇട്ടുകൊണ്ട് പിന്നെ കടുകിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ഈ ഉരുളിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാൻ താളിച്ചത്.
അങ്ങനെ നമ്മുടെ അടിപൊളി ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതിനൊരു കവർപ്പോ ചവർപ്പോ ഒന്നുമില്ല കേട്ടോ. അടിപൊളിയാണ്. കുട്ടികളും കഴിക്കും. അത്ര ടേസ്റ്റിയാണ് കേട്ടോ. ഒരുപാട് എരിവുമില്ല, കവർപ്പോ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നമ്മൾ തണുത്ത് വരുമ്പോഴേക്കും നമ്മുടെ കറിയുടെ ടെക്സ്ചർ ഇതാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം ഹാപ്പി ഓണം ഓൾ. എല്ലാവരും ഇഞ്ചിക്കറി വെക്കാൻ മറക്കല്ലേ. അപ്പം നമ്മളെ ഓർക്കണം. ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക് ഒന്നും മറക്കണ്ട. ടാറ്റ. ഓക്കെ. ബൈ ബൈ.